പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ മണിക്കൂറിൽ സങ്കീർത്തകനായ ദാവീദിനോട് ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തനം 106 1 തിരുവചനം ഇങ്ങനെ പറയുന്നു: കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ദാവീദ് മഹാരാജാവ് ദൈവത്തെ സ്തുതിച്ചതുപോലെ നമുക്കും സ്തുതിക്കാം. കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നും നിലനിൽക്കുന്നു. ഒരുപക്ഷെ ഈ ആത്മീയ മണിക്കൂറിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ ഉപേക്ഷിച്ചോ, എൻ്റെ കടബാധ്യത, എൻ്റെ നഷ്ടങ്ങൾ, എൻ്റെ ദുഃഖങ്ങൾ, ഇതിൻ്റെ നടുവിൽ ദൈവം എന്നെ ഉപേക്ഷിച്ചോ എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഇതാ നിന്നോട് നിൻ്റെ കർത്താവ് പറയുകയാണ്, ദൈവം നല്ലവനാണ്. ദൈവം നല്ലവനാണെന്ന് മാത്രമല്ല, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു, എന്നേക്കും നിലനിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നിൻ്റെ മുമ്പിൽ വീഴേണ്ടവനല്ല, മറിച്ച് സന്തോഷത്തോടുകൂടെ ദൈവം നൽകുന്ന അധികാരം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവേ, ദൈവാഭിഷേകം നൽകി എന്നെ വിശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ദൈവമേ, നിൻ്റെ കരം പിടിച്ചെന്നും യാത്ര തിരിക്കാൻ കൃപയും ശക്തിയും ബലവും നൽകണമേ. ദൈവമേ, നിൻ്റെ ജ്ഞാനത്താൽ എന്നെ നയിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ മണിക്കൂറിൽ നമ്മൾ ധ്യാനിക്കുന്നത് ലൂക്കാ സുവിശേഷം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ മേഖലയെക്കുറിച്ചാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാം തിരുവചനം പഠിപ്പിക്കുന്നു: യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. യേശു എങ്ങനെയാണ് വളർന്നു വന്നതെന്ന് ഒരൊറ്റ സെൻറ്റൻസിൽ ലൂക്കാ സുവിശേഷകൻ സംഗ്രഹിച്ചു വച്ചിരിക്കുന്നു: യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. പ്രിയപ്പെട്ടവരെ, വലിയ കാര്യങ്ങളൊന്നും എഴുതി വച്ചിട്ടില്ല. അവൻ എവിടെ പഠിച്ചു, എങ്ങനെ ഒന്നും എഴുതി വച്ചിട്ടില്ല. ഒരൊറ്റ കാര്യം. പിന്നീട് ഈശോയുടെ പരസ്യ ജീവിതത്തിലോട്ടാണ് പ്രവേശിക്കുന്നത്. യേശുവിൻ്റെ ജനനത്തിന് ശേഷം അവൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സുപ്രധാനമായ വളർച്ചയുടെ പടവുകളെക്കുറിച്ച് കൃത്യമായ സുവിശേഷകൻ എഴുതി വച്ചിരിക്കുന്നു. അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. അങ്ങനെയെങ്കിൽ മക്കൾ വളർന്നു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില നിലപാടുകളെക്കുറിച്ചാണ് ഇന്ന് ഈ ആത്മീയ മണിക്കൂറിൽ നമ്മൾ ധ്യാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധിക്കേണ്ട പ്രായമല്ലേ ബാല്യകാലവും ചെറുപ്പവും? ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി മുഴുവൻ രൂപം കൊടുക്കുന്നത് ആ ജീവിതമല്ലേ? ഒരുവൻ ആരായിത്തീരണമെന്ന് നിശ്ചയിക്കുന്നത് ആ പ്രായമല്ലേ? ഞാൻ 2 വ്യക്തികളെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താം. ഒന്നാമത്തെ വ്യക്തി നീഷെ എന്ന് പറയുന്ന നിരീശ്വരവാദിയാണ്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിരിക്കും നീഷെ. ഈ നീഷെ എന്ന് പറയുന്ന നിരീശ്വരവാദിയായ വ്യക്തിയാണ് ദൈവത്തെ ഞാൻ കൊന്നു, ദൈവത്തെ ഞാൻ ശവസംസ്കാരം നടത്തി, ദൈവത്തിൻ്റെ ശവപ്പെട്ടിയിൽ ഞാൻ അവസാനത്തെ ആണിയും അടിച്ചു എന്നൊക്കെ വിളിച്ചു പറഞ്ഞവൻ നീഷെ. ദൈവം ഇല്ല എന്നാണ് അവൻ പറഞ്ഞത്. ദൈവമില്ല എന്ന് പറയാൻ ഈ നീഷയുടെ ഉള്ളിൽ എവിടുന്നാണ് ഇങ്ങനെയൊക്കെ ചില തെറ്റായ ബോധ്യങ്ങൾ ആഴത്തിൽ വേരൂന്നിയത്? നീഷയെക്കുറിച്ച് വായിച്ചു പോകുമ്പോൾ നീഷയുടെ ഒരു ബാല്യകാല അനുഭവം ഇങ്ങനെ ഞാൻ വായിച്ചത് ഓർക്കുന്നു. നീഷയുടെ അപ്പൻ അല്പം ക്രൂരനായ വ്യക്തിയായിരുന്നു. ചെറുപ്പത്തിൽ ഏതോ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ നീഷ എന്ന് പറയുന്ന കുഞ്ഞു ബാലനെ അവൻ്റെ അപ്പൻ ശിക്ഷിച്ചത് എങ്ങനെയെന്നറിയോ? ചട്ടുകം പഴിപ്പിച്ച് ആ ചട്ടുകം അവൻ്റെ നാവിൽ വെച്ചു. ആ കുഞ്ഞു നാവ് ആ ചട്ടുകം പഴിപ്പിക്കലിൻ്റെ വേദനയിൽ അവൻ്റെ നാവ് വളരെയധികം വേദനിച്ചു. അവൻ്റെ നാവിൻ്റെ ഒരു ഭാഗം കരിഞ്ഞു പോയെന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ ഒരു കൊച്ചു സംഭവത്തെ എടുത്തു കാണിച്ചുകൊണ്ട് നീഷയെക്കുറിച്ച് എഴുതിയിരുന്ന ഒരു പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഈ സംഭവമാണ് പിന്നീട് ദൈവമെന്ന് പറയുന്ന ഒരു വലിയ യാഥാർത്ഥ്യത്തെ നിഷേധിക്കാൻ അവന് പ്രേരകമായത്, അവന് നിരീശ്വരവാദിയാക്കിയത്. എങ്ങനെ? പ്രിയപ്പെട്ടവരെ, അപ്പനിൽ നിന്ന് കടുത്ത ക്രൂരതകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന നീഷെ
പിന്നീട് അവൻ്റെ ജീവിതത്തിൽ പലരും അവനെ ദേവാലയത്തിലേക്ക് ക്ഷണിച്ചു. പള്ളിയിൽ പോകുന്ന ദേവാലയ കാര്യങ്ങളോട് താല്പര്യമുള്ള ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇവൻ്റെയും വളർച്ച. എന്നാൽ ദേവാലയത്തിൽ വരണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നീഷ ചോദിച്ചു, അവിടെ ആരാ ഉള്ളത്? അപ്പോൾ ദേവാലയത്തിൽ പോകുന്ന പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾ പറഞ്ഞു, അവിടെ ഒരപ്പനുണ്ട്, അവിടെ സ്വർഗീയ പിതാവുണ്ട്. ഈ അപ്പനുണ്ട്, പിതാവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നീഷയുടെ തലയിലേക്ക് വന്ന ചിത്രം ഏതാണെന്നറിയോ? അവൻ്റെ ജീവിതത്തിൽ അവനെ ക്രൂരമായി വേദനിപ്പിച്ച അവൻ്റെ അപ്പൻ്റെ ചിത്രമാണ്. എൻ്റെ അപ്പൻ ഇത്രയും ക്രൂരത നൽകുമെങ്കിൽ ഇനി ആ പള്ളിയിലിരിക്കുന്ന അപ്പൻ, പള്ളിയിലിരിക്കുന്ന പിതാവ് എന്നെ എത്രയോ ക്രൂരമായി എന്നെ വേദനിപ്പിക്കും. ഇവൻ്റെ ഉള്ളിൽ ആ പള്ളിയിലിരിക്കുന്ന, ദേവാലയത്തിലിരിക്കുന്ന പിതാവെന്ന് പറയുന്ന ദൈവിക മേഖലയെക്കുറിച്ച് വലിയൊരു തെറ്റായ അറിവ് ലഭിക്കുകയാണ്. ഇവൻ ചിന്തിച്ചത്, കാണപ്പെടുന്ന എൻ്റെ ഈ അപ്പൻ ഇങ്ങനെ എന്നെ ശിക്ഷിക്കുമെങ്കിൽ കാണപ്പെടാത്ത ആ സ്വർഗീയ പിതാവ് എത്രയോ വലിയ ക്രൂരനായിരിക്കും. ഇവൻ്റെ വളർച്ചയുടെ പടവുകളിൽ ഈ ചിന്ത വർദ്ധിക്കുകയും അവൻ്റെ വായന മുഴുവൻ ദൈവമില്ല, അങ്ങനെ ഒരു പിതാവില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ജീവിതമാവുകയും ചെയ്തു. ഒരു വ്യക്തിയെ നിരീശ്വരവാദിയാക്കി തീർത്തത് അവൻ്റെ അപ്പൻ്റെ ഒരു പ്രവൃത്തിയാണെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, വിശുദ്ധനാക്കാനും തെമ്മാടിയാക്കാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ കുടുംബങ്ങളിൽ, കുടുംബജീവിത വഴിത്താരകളിൽ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ഒരു വിശുദ്ധനാക്കണോ, ഒരു തെമ്മാടിയാക്കണോ, പാപിയാക്കണോ എന്ന് തീരുമാനിക്കുക. നവമാലിക എഴുതിയപ്പോൾ കൊച്ചുത്രേസ്യ പുണ്യവതി എഴുതി വച്ചിരിക്കുന്നു, എൻ്റെ അപ്പൻ്റെ സ്നേഹം ഇത്രയാണെങ്കിൽ സ്വർഗത്തിലുള്ള എൻ്റെ അപ്പൻ എത്രയോ വലിയ സ്നേഹമായിരിക്കും. ഞാൻ ഈശോയെക്കുറിച്ച് പറഞ്ഞില്ലേ, അപ്പൻ്റെ ക്രൂരത ഏറ്റുവാങ്ങിയ ഒരു നിരീശ്വരവാദി. എന്നാൽ വിശുദ്ധയായ നമ്മുടെ കൊച്ചുത്രേസ്യ, ഈ കൊച്ചുത്രേസ്യയ്ക്ക് അപ്പനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അപ്പന് കൊച്ചുത്രേസ്യയോടും വല്ലാത്ത സ്നേഹം. അതുകൊണ്ടാണ് പുസ്തകം എഴുതിയപ്പോൾ നവമാലികയിൽ കൊച്ചുത്രേസ്യ എഴുതി വെച്ചു, അപ്പന് എന്നോട് ഇത്രയും സ്നേഹമുണ്ടെങ്കിൽ സ്വർഗത്തിലുള്ള എൻ്റെ അപ്പൻ എന്നോട് എന്തോരം വലിയ സ്നേഹമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയെ വിശുദ്ധയാക്കാനും വിശുദ്ധനാക്കാനും പാപിയാക്കാനും നമുക്ക് സാധിക്കും. വളർച്ചയുടെ പടവുകളിൽ നമ്മൾ ശ്രദ്ധിക്കണം. സങ്കീർത്തന പുസ്തകം 127 വചനം 3 വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ. നിന്റെ കഴിവ് കൊണ്ടല്ല നിൻ്റെ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. ഏതെങ്കിലും അപ്പനും അമ്മയ്ക്കും അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ തെറ്റാണ്. മാനുഷികമായി കഴിവുണ്ട് എന്ന് കരുതിക്കൊണ്ട് മാത്രം ഒരു വ്യക്തിയും അപ്പനോ അമ്മയോ ആവുന്നില്ല. എന്നാൽ ദൈവം നൽകുന്ന സമ്മാനമാണ്. സങ്കീർത്തകനിതാ 127 3 തിരുവചനം ഉറപ്പിച്ചു പറയുന്നു, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. നിന്റെ മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ദാനമായിട്ട് കിട്ടിയതാണ്. ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് കൊണ്ട് മാത്രം ആരെങ്കിലും അമ്മയായി മാറ്റപ്പെടുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അമ്മയാവുന്നത് മാതൃത്വം കൊടുത്തുകൊണ്ട് മാത്രമല്ല, മറിച്ച് ആ കുഞ്ഞിന് മാതൃത്വത്തിൻ്റെ നന്മയും സ്നേഹവും വാത്സല്യവും ആവോളം കൊടുക്കുമ്പോഴാണ് അമ്മയായിട്ട് മാറുന്നത്. മദർ തെരേസയെ ലോകം മുഴുവൻ വിളിക്കുന്നത് അമ്മയെന്നാണ്. ഈ മദർ തെരേസ ഏത് കുഞ്ഞിനാണ് ജന്മം കൊടുത്തിട്ടുള്ളത്? പിന്നെ എങ്ങനെ അമ്മയായിട്ട് മാറ്റപ്പെടുന്നത്? പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യരും ജാതി മതഭേദമന്യേ മദർ തെരേസയെ അമ്മയെന്ന് വിളിക്കുമ്പോൾ മാതൃത്വത്തിൻ്റെ നന്മ കണ്ടതുകൊണ്ടും അനുഭവിച്ചറിഞ്ഞതുകൊണ്ടുമാണ് ലോകജനത മുഴുവൻ ആ സ്ത്രീയെ അമ്മയെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരമ്മ അമ്മയായി മാറ്റപ്പെടുന്നത് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് കൊണ്ട് മാത്രമല്ല, മറിച്ച് മാതൃത്വത്തിൻ്റെ നന്മ കൊടുക്കുമ്പോഴാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിൻ്റെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ ഈ മാതൃസ്നേഹം, അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കൂ. വാത്സല്യം, സ്നേഹം, കരുണ. നീ നാളുകൾക്ക് ശേഷം മറ്റൊരു വ്യക്തിക്ക് ഒരമ്മയായി മാറ്റപ്പെടും. നീ ജന്മം കൊടുത്തുകൊണ്ട് ഒരു കുഞ്ഞിൻ്റെയും അമ്മയായില്ലെങ്കിലും
നിന്റെ സ്നേഹം, വാത്സല്യം, കരുണ നിറഞ്ഞ പ്രവൃത്തി മറ്റുള്ളവരിൽ മാതൃത്വത്തിൻ്റെ ഒരു വലിയ കാഴ്ചപ്പാട് സൃഷ്ടിക്കും. അങ്ങനെയല്ല ഒരു അപ്പൻ അപ്പനായിട്ട് മാറുന്നത്. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സഹായിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു പുരുഷൻ അപ്പനായിട്ട് മാറുന്നുണ്ടോ? ഇല്ല. ഇന്ന് പല അപ്പന്മാരും ശപ്പന്മാരായി മാറുന്നുണ്ടല്ലോ. കാരണം എന്താണ്? അപ്പൻ അപ്പനായിട്ട് മാറുന്നത് അപ്പം കുടുംബത്തിൽ കൊടുക്കുന്നത് കൊണ്ട് മാത്രമല്ല, അപ്പൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ആ കുടുംബത്തിലേക്ക് കൊടുക്കുമ്പോഴാണ്. സങ്കീർത്തകൻ പറഞ്ഞത് മറക്കരുത്, ഉദരഫലം തമ്പുരാൻ്റെ സമ്മാനമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധരാക്കണമോ അതോ പാപിയാക്കണമോ എന്ന് തീരുമാനിക്കാനുള്ള കഴിവ് നിങ്ങളുടെ കൈകളിലേക്ക് തമ്പുരാൻ കർത്താവ് തന്നിരിക്കും. വലിയൊരു ഉത്തരവാദിത്തമാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുടുംബത്തിൻ്റെ നന്മ ഈശോയുടെ ജീവിത വഴിയുടെ ആ മേഖലയോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഇന്നത്തതുപോലെ നമ്മൾ ചോദിക്കുന്നതെല്ലാം കൊടുത്തു വളർത്തിയെന്നല്ല അതിൻ്റെ അർത്ഥം. പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞും ശിക്ഷിക്കേണ്ട കാര്യങ്ങൾ ശിക്ഷിച്ചും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തി എന്നാണ് വചനം പറയുന്നത്. അവർക്കിഷ്ടപ്പെടുന്ന തരത്തിൽ, ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന തരത്തിൽ, മനുഷ്യർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ അവ കുഞ്ഞിന് വളരാനുള്ള സാഹചര്യം ഒരുക്കി. കുടുംബത്തിൽ ഇപ്രകാരം ഒരു സാഹചര്യം ഒരുക്കപ്പെട്ടാൽ നിന്റെ കുടുംബത്തിൽ രക്ഷകന്മാർ ജനിക്കപ്പെടും. നിന്റെ കുടുംബത്തിൽ നിന്റെ കുഞ്ഞ് ഒരു രക്ഷകനും രക്ഷകയുമായി മാറ്റപ്പെടും. ഇന്ന് നിങ്ങളുടെ മക്കളെ ഓർത്ത് നിങ്ങൾ കരയുന്നുണ്ടോ? ഏതെങ്കിലും വിഷയത്തിൽ കരയുന്നുണ്ടെങ്കിൽ കാരണം എന്തെന്നറിയോ? വേണ്ടത്ര രീതിയിൽ ശിക്ഷണവും സ്നേഹവും കൊടുക്കാത്തത് കൊണ്ടല്ലേ? ശിക്ഷണവും സ്നേഹവും അത് വേണ്ടത്ര രീതിയിൽ കൊടുക്കണം. ചില വീടുകളിൽ എന്ത് സംഭവിക്കും? ശിക്ഷണം മാത്രമേ ഉള്ളൂ. പോലീസ് സ്റ്റേഷനാണ്, പോലീസ് സ്റ്റേഷൻ. തല്ലാനും കൊല്ലാനും ശിക്ഷിക്കാനും വേണ്ടി മാത്രമുള്ള ഇടം. അതല്ലല്ലോ വീട്. വീട്ടിൽ ശിക്ഷണത്തോടൊപ്പം തന്നെ സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ മാധുര്യം കുടുംബത്തിൽ മക്കൾ, കുടുംബ അംഗങ്ങൾ തിരിച്ചറിയണം. കാരണം അതാണ് ഒരു വ്യക്തിയെ ആക്കി തീർക്കുന്നത്. ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ രൂപം മുഴുവൻ ആ കുടുംബത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ആ കുഞ്ഞിന് ലഭിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കണം. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കോ, ജയിലുകളിലൊക്കെയുള്ള പല വ്യക്തികളെയും കുറിച്ച് പഠനാവസരങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു കാര്യം എന്തെന്നറിയോ? ഒരു വ്യക്തി ഒരു ഗുണ്ടയായി മാറ്റപ്പെടുന്നത്, ഒരു കൊലപാതകയായി മാറ്റപ്പെടുന്നത്, ഒരു കുറ്റം ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറ്റപ്പെടുന്നത് ഒരു സുപ്രഭാതത്തിലല്ല. അത് സാവധാനമാണ്. വളർച്ചയുടെ പാതകളിലാണ്. പത്രം എടുത്ത് വായിച്ചു നോക്ക്. വാഹനമോഷണ കേസ്, കൊലപാതക കേസ്. ഏതാ പ്രായം എന്നറിയോ? 16, 18, 20, 24 വയസ്സ് പ്രായം. ഈ പ്രായത്തിലൊക്കെ എങ്ങനെയാ ഒരു കൊലപാതകത്തിന്, എങ്ങനെയാ ഒരു തെറ്റിന്? മറ്റൊന്നും വേണ്ട. ഈ അടുത്ത നാളുകളിൽ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില ചിത്രങ്ങളും ചില മേഖലകളുണ്ടല്ലോ. 5 വയസ്സുള്ള കുട്ടിയെ, 8 വയസ്സുള്ള കുട്ടിയെ മാനഭംഗപ്പെടുത്തുക. എത്ര വയസ്സുള്ളവരാണ്? 19 വയസ്സുള്ളവരും 22 വയസ്സുള്ളവരും. നമ്മുടെ മുമ്പിൽ അപ്രകാരമുള്ള നിർഭയ കേസുകളൊക്കെ വർദ്ധിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എവിടെയോ താളം തെറ്റുന്ന യുവത്വം നമ്മുടെ മുമ്പിൽ സംഭവിക്കപ്പെടുന്നുണ്ട്. ഇന്നലത്തെ പേപ്പറിലും ഉണ്ടായിരുന്നു. കൂടെ ക്ലാസ്സിൽ പഠിക്കുന്ന സഹപാഠിയെ കാറിനുള്ളിൽ വെച്ച് മാനഭംഗപ്പെടുത്തി. കൂടെ പഠിക്കുന്ന, എൻ്റെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന എൻ്റെ കൂട്ടുകാരിയെ മാനഭംഗപ്പെടുത്താൻ മാത്രം എൻ്റെ സ്വഭാവം അത്രമാത്രം അശുദ്ധി നിറഞ്ഞതാവുന്നത് ഒരു സുപ്രഭാതത്തിലല്ലല്ലോ. അവൻ്റെ വളർച്ചയിൽ, അവളുടെ വളർച്ചയിൽ എവിടെയോ ചില ക്രമക്കേടുകൾ അനുഭവപ്പെടുമ്പോഴല്ലേ? ചരിത്രത്തിൽ ക്രൂരതയുടെ പര്യായമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പല വ്യക്തികളുടെയും ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്ക്. അവരൊക്കെ ക്രൂരരായിട്ട് മാറിയത് ഒരധികാരം കയ്യിൽ കിട്ടുമ്പോൾ മാത്രമല്ല, അവരുടെ ബാല്യകാല അനുഭവങ്ങളുടെ ക്രൂരതകളുടെ പര്യായമാണ് അവർ പ്രവൃത്തിയിൽ കൊണ്ടുവന്നത്. ഏറ്റവും നല്ല ഉദാഹരണം ഹിറ്റ്ലറാണ്. ഹിറ്റ്ലർ, പ്രിയപ്പെട്ടവരെ, ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ ഹിറ്റ്ലറെ കുറിച്ചൊക്കെ എഴുതി വച്ചിരിക്കുന്നു. അവൻ്റെ ബാല്യകാല അനുഭവങ്ങളിൽ അവൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതും അതൊരു മുറിവായിട്ട് രൂപപ്പെട്ടു. വേണ്ടത്ര സ്നേഹം കിട്ടിയില്ല. കിട്ടാത്ത സ്നേഹം അവൻ്റെ ഉള്ളിൽ, ആഴത്തുള്ളിൽ ഒരു മുറിവായിട്ട് രൂപപ്പെട്ടു. ആ മുറിവ് അവിടെ കിടന്നു പഴുത്തു. പ്രായം കൂടുന്തോറും അവൻ്റെ ജീവിതത്തിൽ ആ മുറിവിൻ്റെ ആഴം വർദ്ധിച്ചു.
ആ മുറിവിൻ്റെ ആഴം വർദ്ധിച്ച് അത് പഴുപ്പായിട്ട് മാറപ്പെട്ടു, അതൊരു ചലനമായിട്ട് മാറപ്പെട്ടു. അവൻ്റെ ജീവിതത്തിൽ അവനെ ആ മുറിവാണ് തകർത്തത്. അതുകൊണ്ടാണ് അവൻ്റെ ബാല്യകാല അനുഭവങ്ങൾ എഴുതി വെച്ചതിന് ശേഷം അവൻ തന്നെ കുറിച്ച് വെച്ചിട്ടുണ്ട്. എന്ത്? അവൻ്റെ ബാല്യകാല അനുഭവങ്ങളിലെ ദുരന്തങ്ങളാണ് എന്നെ ഈ നിലയ്ക്ക് എത്തിച്ചത്. പ്രിയപ്പെട്ടവരെ, അമ്മ ചെറുപ്പത്തിൽ മരിച്ചുപോയെന്നാണ് ഹിറ്റ്ലറെക്കുറിച്ചുള്ള ബാല്യകാല പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പൻ ക്രൂരനായിട്ടുള്ള പട്ടാള ഉദ്യോഗസ്ഥൻ. കുടുംബത്തിൽ പിന്നെയുള്ളത് അമ്മാമ്മയാണ്. അമ്മയുടെ ഭ്രാന്തിൻ്റെ ചേഷ്ടകൾ തലയ്ക്കകത്ത് ഇതെല്ലാം കയറിയിരിക്കുകയാണ്. പഠിച്ചൊരു പട്ടാളക്കാരനായി അവൻ്റെ കയ്യിൽ ആദ്യമായിട്ടൊരു ടാങ്കർ ഓടിക്കാൻ കിട്ടിയപ്പോൾ അവൻ എന്താ ചെയ്തേ? ആ ടാങ്കർ ഓടിച്ചുകൊണ്ട് നേരെ സിമിത്തേരിയിൽ പോയിട്ട് അവൻ്റെ അമ്മാമ്മയുടെ ആ ശവകുടീരം അവൻ തകർത്തു. അപ്പൻ്റെ ശവകുടീരം തകർത്തു. അതിനുശേഷം അവൻ നിയമമുണ്ടാക്കി അധികാരം കിട്ടിയപ്പോൾ എൻ്റെ രാജ്യത്ത് ഇങ്ങനെയുള്ളവരൊന്നും പാടില്ല, അംഗവൈകല്യമുള്ളവർ പാടില്ല, ഇങ്ങനെയൊക്കെ തീരുമാനമെടുക്കാൻ അവനെ പ്രേരിപ്പിച്ച പ്രേരണ എന്താ? അവൻ്റെ ബാല്യകാലങ്ങളിൽ അവന് കിട്ടിയ അവൻ്റെ മുറിവുകൾ. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞു വയ്ക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ദൈവം വസിക്കുന്ന ഇടങ്ങളാണ്. നമ്മുടെ കുടുംബങ്ങൾ രക്ഷകനെ പ്രദാനം ചെയ്യേണ്ട ഇടങ്ങളാണ്. കുടുംബങ്ങളിൽ അപ്രകാരമുള്ള അന്തരീക്ഷം ഒരുക്കണമേ. അപ്രകാരമുള്ള അന്തരീക്ഷം ഒരുക്കണമേ. ഇല്ലെങ്കിൽ ഭയപ്പെടണം. ഒരു കൂരയ്ക്ക് കീഴിൽ അന്തിയുറങ്ങുമ്പോൾ നീ ഭയപ്പെടേണ്ടി വരും. കാലം വല്ലാണ്ട് മോശമാണ്. അമ്മയുടെ നഗ്നത കാണാൻ വേണ്ടി കുളിമുറിയിൽ ഒളിച്ചിരിക്കുന്ന മകൻ്റെ പടമുണ്ട്, മകൻ്റെ ചിത്രമുണ്ട്. അമ്മയുടെ നഗ്നത ഒളിക്യാമറയിൽ ഒളിച്ചു പിടിക്കുന്ന, മൊബൈൽ ഫോണിൽ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്ന, മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി കൊടുക്കുന്ന മകൻ്റെ വികൃതം നിറഞ്ഞ ജീവിതത്തിൻ്റെ വഴികൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. സൂക്ഷിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട അപ്പ, അമ്മേ, നിങ്ങളുടെ മക്കളെ വളർത്തി വലുതാക്കുമ്പോൾ ഈശോ വളർന്നതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർത്തിക്കൊണ്ടുവരാൻ അവർക്ക് സ്നേഹവും വാത്സല്യവും കൊടുക്കുന്നതോടൊപ്പം തന്നെ ശിക്ഷണവും കൊടുക്കേണ്ട പ്രായത്തിൽ കൊടുക്കണം. ചില മാതാപിതാക്കളുടെ ചിന്ത എന്തെന്നറിയോ? അവരുടെ മക്കൾ വിശുദ്ധരാ, പുണ്യവാന്മാരാ, പുണ്യവതികളാ, ഒരു തെറ്റും ചെയ്യില്ല. ഈ അടുത്ത നാളിൽ ഒരു ടീച്ചറിൻ്റെയും ഭാര്യയും ഭർത്താവും ടീച്ചേഴ്സാണ്. അവരുടെ 2 മക്കൾ. ഈ ഇളയ മകൻ അവിടുത്തെ പള്ളിയിലൊരു പ്രശ്നത്തോട് ബന്ധപ്പെട്ട് ഒരു ചെറിയ ഏടാകൂടത്തിൽ ചെന്ന് പെട്ടു. ഇവൻ അവിടെ കുറച്ച് പേരെ തല്ലുകയോ അവരുമായിട്ട് വഴക്കുണ്ടാക്കുകയോ ചെയ്തു. സംഭവം ടീച്ചേഴ്സായ അപ്പൻ്റെ അമ്മയുടെയും കൈകളിലെത്തി. ഈ അപ്പൻ്റെ അമ്മയുടെയും ചിന്ത, ഞങ്ങളുടെ മക്കൾ ഒരു പാപവും ചെയ്യില്ല, ഞങ്ങളുടെ മക്കൾ പുണ്യവാനും പുണ്യവതികളും, ബാക്കിയുള്ള പിള്ളേർ ചീത്തയാണ്, അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ പ്രശ്നമുണ്ടായിക്കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ ഈ കേസെത്തി. അപ്പനും അമ്മയും പറഞ്ഞു, എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല. എന്നാൽ ആ മകനെ വിളിച്ചു മാറ്റി നിർത്തി, എടാ നീ ഇങ്ങനെ ചെയ്തോ എന്ന് ചോദിക്കാനുള്ള ചങ്കുറപ്പില്ല. മറിച്ച് തെറ്റ് ചെയ്ത മകനെ ഇതാ അമ്മയും അപ്പനും ചേർത്ത് നിർത്തിക്കൊണ്ട് ആശ്ലേഷിക്കുകയാണ്. തെറ്റ് ചെയ്ത മകനെ തെറ്റുകാരനായി കണക്കാക്കാതെ ആ മകനെ ഇതാ ആശ്ലേഷിച്ചുകൊണ്ട് എൻ്റെ മകൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള ഒരു ആവരണം, ആ മകനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ആവരണം അപ്പനും അമ്മ ഇടുകയാണ്. അതോടൊപ്പം തന്നെ ഇവനെ തല്ലിയതിൻ്റെ ഭാഗമായിട്ട് തല്ലുകൊണ്ട വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ മാതാപിതാക്കളെ ഈ ടീച്ചേഴ്സ് അധിക്ഷേപിക്കുകയാണ്. ഈ സംഭവത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തല്ലുകൊണ്ട വീട്ടിലെ അപ്പനും അമ്മയും പറഞ്ഞു, അച്ഛാ അവരോടൊന്ന് സംസാരിക്കുമോ? അവരുടെ മകൻ, അവൻ്റെ സ്വഭാവം ശരിയല്ല അച്ഛാ, ഇത് അവരോട് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവണില്ല, എന്തു ചെയ്യും? അവസാനം ഞാൻ ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി ഈ ടീച്ചേഴ്സായിട്ടുള്ള അപ്പനോടും അമ്മയോടും ചോദിച്ചു, നിങ്ങളുടെ മകൻ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് കേട്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ മകനോട് ചോദിച്ചോ? അപ്പനും അമ്മ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അച്ഛൻ എന്തായി പറയണേ? അച്ഛനോട് ഇതൊക്കെ പറഞ്ഞത്? ഞങ്ങളുടെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ഞങ്ങളുടെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ പറഞ്ഞു, ഞാൻ തെളിയിച്ചാലോ? മകനെ വിളിച്ചു നിർത്തി അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് മകനോട് ചോദിച്ചു, എടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ? അവൻ അവസാനം എല്ലാം സമ്മതിച്ചു. ഞാൻ അപ്പനോടും അമ്മയോടും പറഞ്ഞു, നിങ്ങൾ സൂക്ഷിക്കണേ, ഈ മകൻ വളർന്നു വരുമ്പോൾ നിങ്ങളെല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നാളെ ഒരു കാലത്ത് നിങ്ങളുടെ ഈ മകൻ നിങ്ങൾക്ക് ഭീഷണിയായിട്ട് മാറും, യാതൊരു സംശയമില്ല. നിങ്ങളുടെ ഈ മകൻ നാളെ ഒരു കാലത്ത് നിങ്ങൾക്ക് ഭീഷണിയായിട്ട് മാറും. മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ
മക്കളെ പുണ്യവാനും പുണ്യവതിയുമാണെന്ന് മാത്രം ചിന്തിച്ചേക്കരുത്. അവരുടെ സ്വഭാവത്തിലെ ചില തെറ്റുകൾ കണ്ടാൽ ശാസിക്കണമെങ്കിൽ ശാസിക്കണം, തല്ലേണ്ടി വന്നാൽ തല്ലണം. അവിടെയാണ് അതിൻ്റെ കൃപ അടങ്ങിയിരിക്കുന്നത്. തിരുവചനം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം 15-ാം തിരുവചനം, താടനവും ശാസനവും ജ്ഞാനം പകർന്നു കൊടുക്കുന്നു. തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന കുട്ടി അമ്മയ്ക്ക് അവമാനം വരുത്തിവെക്കുന്നു. തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന കുട്ടി അമ്മയ്ക്ക് അവമാനം വരുത്തിവെക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുന്നെന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന അപ്പനും അമ്മയും തിരിച്ചറിയണം, ഇതൊരു വലിയ ദൗത്യമാണ്. നിങ്ങളുടെ ആരുടെയും കഴിവ് കൊണ്ടല്ല, മറിച്ച് ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നൊരു ദൗത്യമാണ്. എന്തിനാണ്? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു രക്ഷകനായി വളർത്തിക്കൊണ്ടുവരാൻ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ലൂക്കാ സുവിശേഷകൻ യേശുവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ കുടുംബത്തിലും അനർത്ഥമാവട്ടെ, എൻ്റെ ജീവിതത്തിലും അനർത്ഥമാവട്ടെ, മറ്റുള്ളവരുടെ ജീവിതത്തിലും അനർത്ഥമാവട്ടെ, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളരാൻ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധിച്ച്, മാതാപിതാക്കൾക്കുള്ളൊരു ഉപദേശമായിട്ട് മാത്രം കണക്കാക്കല്ലേ. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ്. പരസ്പരം സ്നേഹഭാവങ്ങൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തിരുത്തലുകൾ ആവശ്യമുള്ളപ്പോൾ കൊടുക്കാനും, വളർച്ചയുടെ മേഖലകളിൽ ഒരു രക്ഷകയാണ് ഞാൻ കണ്ടുമുട്ടുന്നെന്നുള്ള ബോധ്യം അതുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ജീവിതത്തിലെ ബന്ധങ്ങൾക്ക് ഒരു ഊഷ്മളത സംഭവിക്കും. നാളുകളിൽ സങ്കടപ്പെടേണ്ടി വരില്ല. ഇല്ലെങ്കിൽ സങ്കടപ്പെടേണ്ടി വരും. വചനം പഠിപ്പിച്ചതുപോലെ അമ്മയ്ക്കും മകനെ ഓർത്ത് സങ്കടപ്പെടേണ്ടി വരും. ഇന്നേതെങ്കിലും മാതാപിതാക്കൾ മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ വേണ്ടത്ര രീതിയിൽ ഞാൻ എൻ്റെ മകനെ വളർത്തിയില്ലല്ലോ, വേണ്ടത്ര രീതിയിൽ എൻ്റെ മകളെ വളർത്തിയില്ലല്ലോ എന്നോർത്തിട്ടല്ലേ പല മാതാപിതാക്കൾ സങ്കടപ്പെടുന്നുണ്ട്. അച്ഛാ അത്ര ശ്രദ്ധിച്ചില്ല, അച്ഛാ അത്ര നോക്കിയില്ല, അച്ഛാ അതങ്ങനെയൊക്കെ ആയിപ്പോയി. അങ്ങനെ പറഞ്ഞൊഴിയരുത്. ഉത്തരവാദിത്തമാണ്. ഒരു ദേശത്തിൻ്റെ നന്മ രക്ഷകനായിട്ട് പിറക്കുന്ന മേഖലയിൽ നിൻ്റെ മക്കളെ നീ ശ്രദ്ധിക്കണം. അവിടെയാണ് അനുഗ്രഹം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഉദരഫലം തമ്പുരാൻ്റെ സമ്മാനമാണ്, മറക്കരുത്. നിൻ്റെ കുഞ്ഞ് നിൻ്റേതല്ല, ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നെങ്കിൽ അതുപോലെ വളരാൻ, കുഞ്ഞുങ്ങളെ വളർത്താൻ ഒരു കൃപ നമുക്ക് യാചിക്കാം. നമുക്കും അങ്ങനെ വളരാം. എത്ര വർഷം കഴിഞ്ഞെങ്കിലും എത്ര പ്രായമുണ്ടെങ്കിലും നമ്മുടെയൊക്കെ ജീവിതവും ഇതുപോലെ തന്നെ ഒരു കുഞ്ഞിൻ്റേതുപോലെയാണ്. യേശു വളർന്നതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളരാൻ നമുക്കിടവരട്ടെ. ദൈവസമൃദ്ധമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.